ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല ചേമ്പിൻ താള് കിട്ടിയ ദിവസമാണ്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു കറി കണ്ടാലോ. ചേമ്പിൻ താളിൻ്റെ നല്ല കൂമ്പലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടാതെ തണ്ടും കൂടി നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വട്ടത്തിലൊന്ന് ആദ്യം തന്നെ അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ കണ്ടിച്ചെടുത്ത കഷ്ണമെല്ലാം ഇതുപോലെ രണ്ടാക്കി ഒന്നുകൂടി ഒന്ന് പിളർന്നെടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇലയെല്ലാം ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് തെറുത്തെടുക്കണം. തെറുത്ത് കെട്ടിയാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഒരു കെട്ടിട്ട് കൊടുക്കുക. അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. ഇനി അത് നല്ലപോലെ ഇതുപോലെ തന്നെ കിടന്ന് വെന്ത് കിട്ടിക്കോളും. ഇതുപോലെയാക്കി നമുക്ക് ഈ ഇലയിൽ ഒന്ന് കെട്ടിയെടുക്കാം. ഇലയെല്ലാം നമ്മൾ നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് പുളിയാണ്. കുടംപുളി ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ഒരു പിടി ചെമ്മീൻ നമ്മൾ ഇതിൻ്റെ കൂടെ വൃത്തിയാക്കി കുതിർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട. ഇത് വെന്ത് കഴിയുമ്പോൾ പകുതിയാകും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് പുളി ഏറ്റവും അടിയിൽ വരുന്ന പോലെ അതൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി മൂടി വെച്ച് തിളക്കിയോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ളത് നല്ല അരപ്പാണ്. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 5 ഉള്ളി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി പാകത്തിന് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചേമ്പിൻ താള് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്ന കൂടെ തന്നെ ഇനി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് പാകത്തിന് ചാറാക്കി എടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തിളച്ച് പോകാതിരിക്കാനാണ് നമ്മൾ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ കറിയുടെ കൊഴുപ്പും പോവില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ആയതിനു ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തായിട്ട് കറിക്ക് വേണ്ടുന്ന കടുക് കൂടി താളിച്ചെടുക്കാം. ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് കൂടി പൊട്ടിച്ചെടുക്കണം. അടുത്തായിട്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ കടുക് താളിച്ചത് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളി
ചേമ്പിൻ താള് കറി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. ഉച്ചത്തേക്കൊക്കെ ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. നല്ല അടിപൊളി രുചിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്